ഹായ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും നൂതനമായ ബിസിനസ് സംരംഭമാണ്. ഡയറക്റ്റ് സെല്ലിംഗ് മാർഗരേഖ പ്രകാശനം, വെബ് പോർട്ട് ഉദ്ഘാടനം, ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനം, അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ 2025 ഫെബ്രുവരി 19 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നടത്തുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷനായി ശ്രീ GR അനിൽ സാർ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹമാണ് ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. വിശിഷ്ട സാന്നിധ്യമായിട്ട് ശ്രീ KN ബാലഗോപാലൻ സാർ, ബഹുധനകാര്യ വകുപ്പ് മന്ത്രി, പങ്കെടുത്തിരുന്നു. വിശിഷ്ട അതിഥികളായിട്ട് ശ്രീ V ശിവൻകുട്ടി സാറ്, ബഹുമാനപ്പെട്ട തൊഴിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി, പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ MLA മാർ, MP മാർ എല്ലാം തന്നെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നമുക്കറിയാം, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ്. മത്സരത്തെക്കാളും സഹകരണത്തിന് പ്രാധാന്യമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ബിസിനസ് മോഡലാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഒരു ബിസിനസ് സംവിധാനം. 1990കളുടെ മധ്യത്തിലാണ് ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിന് തുടക്കം കുറിക്കുന്നത്. ഈ ഒരു വ്യവസായം ഇന്ത്യയിൽ തുടങ്ങി ഏതാണ്ട് 15 വർഷം പിന്നിട്ടപ്പോൾ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കമ്പനികളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന മേഖലയായി ഡയറക്റ്റ് സെല്ലിംഗ് വളർന്നു പന്തലിച്ചു. നിയമത്തിൻ്റെ അപര്യാപ്തത നിലനിന്നിരുന്ന ഈ ഒരു മേഖലയിൽ ഒരടിസ്ഥാനവുമില്ലാതെ കൂടുപോലെ മുളച്ചു പൊങ്ങിയ കടലാസ് കമ്പനികളുടെ പ്രവർത്തനം മൂലം പതിനായിരക്കണക്കിന് ആളുകൾ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത് ഉടലെടുത്തപ്പോഴാണ് 2011 ഈ വ്യവസായത്തെ 1978 പ്രൈസ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് മൂലം ഇന്ത്യയിൽ നിരോധിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമ സംവിധാനങ്ങൾ പാലിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും പോലീസ് സ്വമേധയാ കേസെടുക്കുകയും സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയും ഡയറക്ടർമാരെയും പ്രവർത്തകരെയും ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതുവഴി നല്ല രൂപത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ പോലും ഒളിവിൽ പോകേണ്ടതോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കയറേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നു. പല ആളുകളും നല്ല കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റാണ്, പക്ഷെ എന്താണ്, ഈ വ്യാജന്മാരായിട്ടുള്ള കമ്പനികളുടെ അതിപ്രസരം മൂലം അവരുടെ ചതിക്കുഴിയിൽ വീഴുന്ന ആളുകൾ പരാതി കൊടുക്കുമ്പോൾ നല്ല കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വളരെ നല്ലൊരു സാഹചര്യമാണ് നമുക്ക് ഒരുങ്ങി വന്നിട്ടുള്ളത്. പാവപ്പെട്ടവന് വലിയ മുതൽ മുടക്കില്ലാതെ കോടീശ്വരനാകാൻ കഴിയുന്ന വലിയൊരു അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ പണക്കാരന് അവരുടെ പണം വിപുലീകരിക്കാനും വലിയ രൂപത്തിൽ വിജയിക്കാനും കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ലക്ഷങ്ങളോ കോടികളോ ആവശ്യമാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകളുടെ അടുത്ത് അവർക്ക് അവരുടെ ശരീരം കൊണ്ട് അധ്വാനിക്കാനുള്ള ശേഷി മാത്രമായിരിക്കാം ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വലിയൊരു ബിസിനസ് സംവിധാനമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. നമുക്കിവിടെ പണം എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്കും നമുക്കുണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സമയത്തെ, വേറെ ഏത് ജോലിക്ക് പോയാലും നമുക്ക് അവർ പറയുന്ന സമയം നമ്മൾ അവിടെ ചെലവഴിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു മേഖലയിൽ നമ്മളുടെ ഒഴിവിനനുസരിച്ച് നമുക്ക് ജോലി ചെയ്താലും വലിയൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന
ഒരു സിസ്റ്റമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ഇപ്പോൾ വന്ന മാർഗരേഖയിലും ആദ്യം ഉണ്ടായിരുന്ന ഓഡിയൻസിലും പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമ്മളുടെ കൈകളിലെത്തുന്നത്. അതായത് അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും തന്നെ ഈ ഒരു വലിയ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് വന്ന് വലിയ വിജയങ്ങൾ നേടുക. അതിന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെടുക. എല്ലാവർക്കും നമസ്കാരം.